കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വായിച്ചു ധ്യാനിക്കാൻ ഒരു സുന്ദരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ പരിചയമുള്ള സക്കേവുസാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആ ബൈബിളും തുറന്നേ. നമ്മുടെ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം ഒന്ന് വായിക്കുക. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 8. നമുക്കറിയാം സക്കേവുസിന്റെ അനുഭവം. അതിൽ കൃത്യമായി ഒരു കാര്യം ഇതാ വചനത്തിൽ പറയുന്നു. സക്കേവുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ചാ സക്കേവുസ് ഈ കാര്യം പറഞ്ഞേ? അവന്റെ വീട്ടിൽ വെച്ച്, സിക്കമൂർ മരത്തിൽ വെച്ച് പറഞ്ഞ് തീർക്കാമായിരുന്ന ഒരു കാര്യം ഈശോ അവനെ വിളിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടു ചെന്നപ്പോ യേശുവിന്റെ മുമ്പിൽ അവൻ ആദ്യം വിളിച്ചു പറഞ്ഞ കാര്യം, കർത്താവേ, ഞാൻ ഇതാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തികൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. സക്കേവുസ് എപ്പോഴാണോ ഈ കാര്യം പറഞ്ഞത്, തൊട്ടടുത്ത വചനം വായിച്ചേ. 19-ാം അധ്യായം 9-ാം തിരുവചനം. വചനത്തിൽ പറയുന്നു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷ ഒരു കുടുംബത്തിന് ലഭിച്ചത് എപ്പോഴാ? ആ കുടുംബത്തിലെ ഒരു കുടുംബാംഗം പരിത്യാഗം ചെയ്യാൻ, ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ. നിന്റെ കുടുംബത്തിന് രക്ഷ വേണോ? ഒറ്റ കാര്യം ഓർത്തോ, പരിത്യാഗം ചെയ്യാൻ, ത്യാഗം ഏറ്റെടുക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടാവണം, നിർബന്ധം. നീ ഈ രാത്രി ചിന്തിച്ചോ, നിന്റെ വീട്ടില് പരിത്യാഗത്തിന്, സഹനത്തിന് തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബം നിലനിൽക്കും. ആത്മാർത്ഥമായിട്ട് നീ ചിന്തിക്കുമ്പോൾ നിനക്കൊരു കാര്യം വെളിപ്പെടും. പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരും. എന്താണെന്നറിയോ? നമ്മുടെ ഒക്കെ വീട് നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ കണ്ണീര്, സഹനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സത്യമാണ്. നമ്മളെപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ആഘോഷങ്ങളെ കുറിച്ചാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു പക്ഷെ നിന്റെ വീട്ടിലൊരു കിടപ്പ് രോഗിയാവാം. ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആവാം. ആരോ ഉണ്ട്. പരിത്യാഗം ചെയ്യാൻ, സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണോ? എങ്കിലേ കുടുംബം നിലനിൽക്കുകയുള്ളൂ. കളയാൻ, ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. യോഹന്നാൻ മനോഹരമായിട്ട് യേശുവിനെ അവതരിപ്പിച്ചത് സ്നേഹത്തോട് ചേർത്താണ്. ഈ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. സാധിക്കുന്നവര് ആ ബൈബിള് തുറന്നേ. യോഹന്നാന്റെ 1-ാം ലേഖനം, 1 John chapter 2 verse 2. 2-ാം അധ്യായം 2-ാം തിരുവചനം. ചെറിയൊരു വചനം, പക്ഷേ ഈ രാത്രി നിന്റെ കണ്ണ് തുറപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾക്ക് മേൽ ഉത്തരം നൽകുന്ന ഒരു വചനമാണ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരാ? ഈ അവൻ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. എന്നിട്ട് അടുത്ത വചനം പറയും, നമ്മുടെ മാത്രമല്ല ഈ ലോകം മുഴുവന്റെയും. ഈ രാത്രി പ്രാർത്ഥന കൊണ്ട് ലോകത്തെ സ്പർശിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ മണിക്കൂറിൽ നീ ഉറപ്പിച്ചോ, ഈ പരിഹാര ബലി അത് നിന്റെയും കൂടെ ദൗത്യമാണ്. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നും നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നും നീ സഹിക്കുന്നോ, ഉറപ്പിച്ചോ,
അതിൻ്റെ പിന്നിൽ ഒരു പരിഹാര ബലിയുടെ ആത്മീയതയുണ്ട്. യേശുവിൻ്റെ സഹനം, അവൻ്റെ പരിഹാര ബലി, പരിത്യാഗം ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് കാരണമായെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ നീ വിശ്വസിച്ചു കൊള്ളുക. നിന്റെ സഹനമാണ്, നിന്റെ പരിത്യാഗമാണ് നിന്റെ കുടുംബത്തെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതില്ലെങ്കിൽ കുടുംബം ഇല്ല, അതില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷമില്ല. എല്ലാ ജീവിതത്തിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിൽ ദാ കണ്ണുനീരിൻ്റെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ ഒരു വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.